ഹായ് ഹോൾ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റ് സീരീസിനെ കുറിച്ചാണ്. ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് റീസണിങ്ങിന്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൽഫബറ്റ് സീരീസിൽ നമുക്ക് ഒരുപാട് ട്രിക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ട്രിക്കുകളെ കുറിച്ചാണ് ജനറലി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് അപ്പിയർ ഇസ് കോഡഡ് ആസ് PAEPRA then providence is coded as. സോ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളും ഇരുന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അതായത് അപ്പിയർ എന്ന് പറയുന്നത് നമുക്കിവിടെ കോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് PAEPRA എന്നാണ്. പ്രൊവിഡൻസിന്റെ കോഡ് എന്താണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ ആൻഡ് റെപ്പിറ്റേഷൻ ട്രിക്കാണ്. എന്താണ്? എലിമിനേഷൻ ആൻഡ് റെപ്പിറ്റേഷൻ ട്രിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഓരോ ആൽഫബറ്റുകളായിട്ട് നോക്കാം. സോ PRRE എപ്പോഴും ലെഫ്റ്റിൽ നിന്നും വേണം സ്റ്റാർട്ട് ചെയ്യാൻ. PRRE. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ലെറ്റേഴ്സ് എടുത്ത് നോക്കിയാല് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതാ? ആറാണ് അല്ലെ. അപ്പൊ റിപ്പീറ്റ് ചെയ്യാത്തവരെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ രണ്ടിലും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ലെറ്റർ ഇവിടെ ഓയും വിയുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ മൂന്നാമത്തെ ലെറ്റർ ഓ അല്ലെങ്കിൽ വി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതെന്താണ്? ഇത് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ആ എക്സാമ്പിള് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ലെറ്റർ എന്താ വന്നേ? നാലാമത്തെ ലെറ്റർ ആണ് ഇവിടെ മൂന്നാമതായി ഇട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടുത്തെ നാലാമത്തെ ലെറ്റർ വി ആണ്, അതിനെ മൂന്നാമതായി ഇടുക. അപ്പം വി ആണ് മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് വി ആണ് വരാൻ ചാൻസ് ഉള്ളത് അല്ലെ. സോ ഇവിടെ സി ആണ് റൈറ്റ് ആൻസർ. ഇവിടെ നമ്മൾ എല്ലാം ഇരുന്ന് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാം ഇരുന്ന് ചെയ്ത് കണ്ടുപിടിക്കണോ? വേണ്ട. ഇങ്ങനത്തെ ട്രിക്കുകളാണ് ജനറലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ട്രിക്കുകൾ അല്ലാതെയും നിങ്ങൾക്ക് ഇത് സൊല്യൂഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിക്കേ, ഈ എന്നെടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ഈ പീനെടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ഈ ഈനെ എങ്ങോട്ടേക്ക് ഇട്ടു, പീനെ ഇങ്ങോട്ടേക്ക് ഇട്ടു, ആറിനെ ഇങ്ങോട്ടേക്ക് ഇട്ടു, എനെ ഇങ്ങോട്ടേക്ക് ഇട്ടു. ഇങ്ങനെയാണ് അവര് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തത്. പക്ഷെ നമുക്ക് അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് സമയം കളയേണ്ട ആവശ്യം ഇല്ല. ഇനി നിങ്ങളുടെ കയ്യില് ബുക്ക്, പേപ്പർ, നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് പേപ്പർ തരും അല്ലെ അവര് റഫ് വർക്ക് ചെയ്യാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ് ഈ ആൽഫബറ്റുകൾ എഴുതുക. എ മുതൽ ഇസഡ് വരെ എഴുതുക. അതേപോലെ നമ്പറും എഴുതി വെക്കുക. 1 2 3 4 എന്ന് പറഞ്ഞ് അതിന്റെ കീഴെ എന്ത് ചെയ്യുക? നമ്പറും എഴുതി വെക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. If JUEJB means India, then BSNZ means. See, ഇവിടെ ഈ ക്വസ്റ്റ്യൻ വളരെ വലിയ ഫോമിൽ നമ്മൾ ഇരുന്ന് ചെയ്ത് കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇതൊരു ലോജിക്കൽ ട്രിക്കാണ്. നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിന്റെ അർത്ഥം ഇന്ത്യയാണ് വരുന്നത് അല്ലെ. അപ്പൊ വീണ്ടും ഒരു കോഡ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിക്ക് ലോജിക്കൽ ട്രിക്കാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ട്രിക്കിന്റെ പേര് ലോജിക്കൽ ട്രിക്ക് എന്നാണ്. അതായത് ഇപ്പൊ ഒരു കോഡ് തന്നു. എന്തിനാ നമുക്ക് ഇത് തന്നത്? ഇതുപോലെ എക്സാമ്പിൾ ആണ് ഇതെന്ന് പൂർത്തീകരിക്കാൻ അല്ലെ. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു കോഡ് തന്നു. ഈ കോഡിന്റെ അർത്ഥം വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് അല്ലെ. ഒരു കോഡ് തന്നു. ഈ കോഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ് വന്നത്. ഒബ്വിയസ്ലി സോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നതും എന്തായിരിക്കണം? അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് തന്നെ ആയിരിക്കണം അല്ലെ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നതും അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കായിരിക്കണം. അപ്പൊ ഇതില് അർത്ഥവത്തായിട്ടുള്ള വാക്ക് ആർമി മാത്രാണ്. സോ ആർമി ഈസ് യുവർ റൈറ്റ് ആൻസർ. സി, ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതില് ട്രഡീഷണൽ മെത്തേഡ് ആണ്. നോക്കിക്കേ, JOEJB ഇന്ത്യ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ABCDEFGHIJ അല്ലെ. അതായത് ജെക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരം. അപ്പൊ ബിക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരം എ ആണ്. ആദ്യത്തെ ആൽഫബറ്റ് എ വരുമ്പോ തന്നെ നമുക്ക് അവിടെ ആർമിന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In an imaginary language, the digits
0, 1, 2, 3, 4, 5, 6, 7, 8, 9 are substituted by A, B, C, D, E, F, G, H, I, J. Then E, F into F minus B, A divided by E, D. ഇത് എത്രയാണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹാഫ് ട്രിക്ക് ആണ്. ഹാഫ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 അല്ലേ. ഡിവൈഡഡ് ബൈ എത്ര ടൈപ്പിലുള്ള സീരീസ് ഉണ്ട്? 2 ടൈപ്പിലുള്ള സീരീസ് ഉണ്ട്. ഒന്ന് നമ്പർ സീരീസ്, 2 ആൽഫബറ്റ് സീരീസ്. ഇങ്ങനെ 2 തരത്തിലുള്ള സീരീസ് നമുക്ക് ഇവിടെ കാണാനായി പറ്റും അല്ലെ. സോ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് സീരീസ്. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഇതെന്താണ്? എത്രയാണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്. ടോട്ടൽ എടുക്കരുത്, ഒന്നെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ്. ഡിവൈഡഡ് ബൈ എത്ര ടൈപ്പ് ഓഫ് സീരീസ് ഉണ്ട്? ഒന്ന് നമ്പർ സീരീസ് ഉണ്ട്, 2 നിങ്ങൾക്ക് എന്തുണ്ട്? ആൽഫബറ്റ് സീരീസ് ഉണ്ട്. അപ്പൊ 2 types of series. So 10 by 2 ചെയ്യുമ്പോൾ you will get the answer 5. So option D is your answer. ട്രഡീഷണൽ മെത്തേഡ് നോക്കിക്കേ. ഇവിടെ E into F ഇവിടെ നമ്മൾ നോക്കിയാല് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ. A, B, C, D, E, F, G, H, I, J. ഓക്കെ, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇപ്പൊ E ആണെങ്കിൽ E, F എന്ന് പറഞ്ഞാൽ E is 4, F is 5 into F is 5 minus B is 1 into A is 0 divided by E is 4 ആണ് വരുന്നത് and D is 43 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 225 minus ഇവിടെ 1 into 0 അല്ല, 1 0 ആണ്, divided by 43. So we'll get 215 divided by 43 and the answer will be 5. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കിനി ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. PMXK is coded as ULYJ WQFZ. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത അതേ പാറ്റേൺ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ ആൻഡ് റെപ്പിറ്റേഷനിലേക്ക് പോകാം. എക്സ് 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 വി എക്സ്. സോ എക്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. നൗ യു ഹാവ് ക്യൂ പി പി പി. പി ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. തേർഡ് ലെറ്റർ ഇസഡ് ജി ആണ് വരുന്നത് അല്ലെ. അപ്പം നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. ഫോർത്ത് ലെറ്റർ സെഡ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്. അപ്പൊ ഫോർത്ത് ലെറ്റർ എങ്ങനെയാന്ന് നോക്കാം. TMXK നമ്മൾ ULYJ എന്നാണ് അല്ലെ. അപ്പൊ ഫോർത്ത് ലെറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം IJK, അതായത് ഇതിന് തൊട്ട് മുമ്പ്, കെക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരാണ് അല്ലെ. അപ്പം ഇസഡിന് തൊട്ട് മുമ്പ് എന്താ നോക്കിക്കേ. ഇസഡിന്റെ തൊട്ട് മുമ്പ് എന്താ? വൈ അല്ലേ. യെസ്. സോ ഇവിടെ വൈ ആയിരിക്കും വരിക, വിച്ച് മീൻസ് ലാസ്റ്റ് ലെറ്റർ വൈ ആയിരിക്കും വരുന്നത്. സോ ഇതാകില്ല, ഇതായിരിക്കും നമ്മുടെ ആൻസർ. നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് തവണ കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് ക്വസ്റ്റൻ, പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. ADGJ and you need to find the next answer. ഇതെല്ലാവരും എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യുക. And this is your homework question. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. WXCD UVEFSTGHQRIJ അല്ലെ. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മുമ്പുള്ള പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിച്ചാൽ തന്നെ ഇവിടെ ആൻസർ എത്തിക്കഴിഞ്ഞു അല്ലെ. പലപ്പോഴും ഈ ആൽഫബറ്റ് സീരീസിന്റെ കേസിലേക്ക് വരുമ്പം കുട്ടികൾ കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അവരിരുന്ന് ഒരുപാട് ഇങ്ങനെ ചെയ്ത് വെക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരുപാട് തവണ ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇരുന്ന് കണ്ടുപിടിക്കണ്ട. എല്ലാ ക്വസ്റ്റ്യനിലും ഒളിച്ചിരിക്കുന്ന ട്രിക്കുകൾ ഉണ്ടാവും. ആ ട്രിക്കുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. വേറെ കൂടുതലായി ഒന്നും അവിടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇല്ല. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ എടുക്കാം, WUSQ. സോ ഇവിടെ W എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ MNOPQRSTUVW. ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ടാ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ O ഇട്ടാൽ OPQ. അപ്പൊ ആദ്യത്തെ ലെറ്റർ O ആണ്. സോ ദിസ് ഇസ് യുവർ റൈറ്റ് ആൻസർ.
നമ്മള് എല്ലാം ഇരുന്ന് ചെയ്യണ്ട. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ അല്ലെ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആൽഫബറ്റ് സീരീസ് സാധാരണ ഇത്തരത്തിലുള്ള സീരീസ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയമാണ് ചെയ്യാനായിട്ട്. പക്ഷെ ആൽഫബറ്റ് സീരീസ് പോലെ ന്യൂമറിക്കൽ സീരീസ് പോലെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായി സാധിക്കും. അടുത്ത ചോദ്യം ഡിഫറൻറ്റ്. ഇവിടെ MNOPQR STUV EFGH, പക്ഷെ ഇത് അങ്ങനെയല്ല അല്ലെ? സോ ദിസ് ഇസ് യുവർ റൈറ്റ് ആൻസർ. ഇതെങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ട്രിക്കുകൾ എല്ലായ്പ്പോഴും പ്രാക്ടിക്കലി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അവൈലബിൾ. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇതൊരു 99% നിങ്ങൾക്ക് ഓതന്റിക് ആയി വിശ്വസിക്കാൻ പറ്റുന്ന ട്രിക്കുകളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതാണോ ട്രിക്ക് ഉള്ളത് അത് കൃത്യമായി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ there won't be any problem. അപ്പം അത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി സ്പഷ്ടമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the difference between the position of Z counted from the left in the word emphasize and in the alphabet is. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ the difference between the letter emphasize ആണ്. So the difference between the position of Z from the left. So ഈ ലെഫ്റ്റ് നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇൻ ദ ആൽഫബറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്ക് നമ്മളുടെ Z എന്ന് പറയുന്നത് 26 ആണ് വരുന്നത് അല്ലെ? 26 ആണ്. ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ Z എന്ന് പറയുന്നത് എത്രാമത്തെയാ? 1 2 3 4 5 6 7 8. ഇവ തമ്മിലുള്ള വ്യത്യാസം ഉത്തരം 18. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? പക്ഷെ നമ്മൾ കാണുമ്പം ജനറലി നമുക്കൊരു ഭയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്, പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആൽഫബറ്റ് സീരീസിന്റെ മേഖല വരുമ്പം ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പോലും ബി പ്രാക്ടിക്കൽ എന്നുള്ളത് മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അടുത്തത് rearrange the following to make a meaningful word and identify the last letter of the alphabet. So ഇവിടെ SYPNHAICI ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രാക്ടിക്കൽ വേർഡ് ആക്കി മാറ്റണം. സോ ഫിസിഷ്യൻ ആണ് നമ്മൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ലാസ്റ്റ് ലെറ്റർ N ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും ചോദിച്ചാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ സ്മോൾ ലെറ്റർ H വന്നിട്ടുണ്ട്, ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാ തന്നെ. സോ ഒബ്വിയസ്ലി ഇത് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ ഉള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഒരൊറ്റ വവൽ കേസ് ആണ് ബേസിക്കലി വന്നിട്ടുള്ളത് അല്ലെ? എ. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉള്ളത് PYN ആണ്. പി എന്തായാലും ലാസ്റ്റ് വന്നുകൊണ്ട് ഒരു ലെറ്റർ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ വൈയും എന്നും ആണുള്ളത്. അത് വെച്ച് റിലേറ്റ് ചെയ്താൽ N ആയിരിക്കും ആൻസർ ആയി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which among the following will come first in the English dictionary? സോ ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ STR ഇവിടെ പോയി അല്ലെ? STRA ആണ് വരിക. എ കഴിഞ്ഞിട്ടല്ലേ I വരിക ആൽഫബറ്റ്. അപ്പൊ അത് പോയി. അടുത്തത് ഇവിടെ STRAI, ഇവിടെ NII. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഉപയോഗിച്ച അതേ ട്രിക്ക് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെയും എലിമിനേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളുടെ കയ്യിലുള്ളത് G ആണ്. പിന്നെ ഇവിടെ 1 2 3 4 5 1 2 3 4 5 6th ലെറ്റർ 1 2 3 4 5 6th ലെറ്റർ. പിന്നെ ഇവിടെ 1 2 3 4 5 6th ലെറ്റർ ഏതാണെന്ന് നോക്കിയാൽ മതി. GHI അങ്ങനെയല്ലേ വരിക? അപ്പൊ G അല്ലേ ആദ്യം വരുന്നത്. സോ ഓപ്ഷൻ എ ഇസ് യുവർ റൈറ്റ് ആൻസർ. ഇതല്ല. അതായത് നമ്മൾ ഡിക്ഷണറി കൺസേൺ അല്ലെങ്കിൽ ഡിക്ഷണറിയുടെ ഫീച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ആക്ച്വലി എന്ത് വരാറുണ്ട്? ലെറ്റേഴ്സ് വരാറുണ്ട് അല്ലെ? അതെങ്ങനെയാ വെച്ചാൽ ഒരു ഓർഡർ പ്രകാരമാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്? അതിനെ റിലേറ്റ് ചെയ്യുന്നത്. ആ ഓർഡറിനെ കുറിച്ച് തന്നെയാണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്.
ഡിക്ഷണറി നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ, ഡിക്ഷണറി ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവം കാണാനായിട്ട് സാധിക്കും. അപ്പം അവിടെ ആ ഡിക്ഷണറി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് ആണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. So now we will move on to the next phase. Okay. Now നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാത്തിലും നമ്മൾ ഈ ട്രിക്കുകൾ തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇൻ ദ വേർഡ് റെയ്നോൾഡ്സ് all the letters are replaced by the letter which places four places before it as per the English alphabetical order. What will be the fifth alphabet in the newly formed word from the right end? So റെയ്നോൾഡ്സ് എന്നാണ് നമുക്കിവിടെ വാക്ക് വന്നിരിക്കുന്നത്. ഇതിൽ എന്താ വെച്ചാൽ all the letters are replaced by four letters which four places before it as per the English alphabet. What will be the fifth alphabet in the newly formed word from the right end? റൈറ്റ് എൻഡിൽ നിന്നും ഫോം ചെയ്യുന്ന, അതായത് ആ നമ്മൾ എടുത്തു നോക്കിയാല് റൈറ്റ് എൻഡിൽ നിന്നുമുള്ള അഞ്ചാമത്തെ വാക്ക് 1 2 3 4 5 അഞ്ചാമത്തെ വാക്ക് വൈ ആണ് അല്ലെ. വൈന് മുമ്പുള്ള 4 പ്ലേസ് മുമ്പുള്ള ലെറ്റർ. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ UVWXYZ. സോ വൈന് മുമ്പുള്ള 4 ലെറ്റർ ഏതാ? 1 2 3 4 യു ആണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ യു ആയിരിക്കും വരിക. ആൻസർ ഇസ് യു. നമ്മളെല്ലാം ഇരുന്ന് കണ്ടുപിടിക്കണ്ട. ഇവർ ചോദിച്ചിരിക്കുന്ന എന്താ? റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വാക്കില്, റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വാക്കില് ഇവിടെ റൈറ്റിൽ നിന്നുള്ള അഞ്ചാമത്തെ വാക്ക് ആ വാക്കിന് തൊട്ടു മുമ്പുള്ള, അതായത് തൊട്ടു മുമ്പല്ല 4 എണ്ണം മുമ്പുള്ള വാക്ക് ഏതാണെന്നാ ചോദിച്ചേ. അത്രേ ഉള്ളൂ. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്തിനാ നമ്മൾ എല്ലാം ഇരുന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, select the combination of letter that when sequentially placed in the banks of the given series will complete the series. So ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് എടുത്ത് എഴുതുവാണ്. ഡാഷ് KJ ഡാഷ് HL ഡാഷ് JI ആണ് അല്ലെ. ഓക്കെ, JI ആണ്. ഓക്കെ, ഡാഷ് LK ഡാഷ് IH ഡാഷ് K ഡാഷ് IH ഡാഷ് KJ ഡാഷ് H. അപ്പം ഇനി നമുക്ക് ഈ ഡാഷ് ഒന്ന് കൗണ്ട് ചെയ്യാം, കാരണം ചിലപ്പം ഡാഷുകൾ ഒരുമിച്ച് വരാനുള്ള സാധ്യത ഉണ്ട്. സോ 1 2 3 4 5 6 7 8 9 നോക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേറൊരു ട്രിക്കാണ്. നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എത്ര ആൽഫബറ്റ് തന്നിട്ടുണ്ട്? L ഉണ്ട്, I ഉണ്ട്, K ഉണ്ട്, H ഉണ്ട്, പിന്നെ നമുക്ക് ഏതാ തന്നിരിക്കുന്നത്? LIJ ഉണ്ട് അല്ലെ. ഓക്കെ, 1 2 3 4 5 5 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്നതിന് 5ആയി സ്പ്ലിറ്റ് ചെയ്യാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 5ആയി സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കെക്ക് മുമ്പ് ഏതാ ലെറ്റർ ഇവിടെ വന്നത്? L. അപ്പൊ ഞാൻ അതുപോലെ ഇട്ടു. ഇനി ഇവിടെ ഇല്ലാത്ത ലെറ്റർ ഏതാ? ഈ തന്നിരിക്കുന്ന L ഉണ്ട്, K ഉണ്ട്, J ഉണ്ട്, H ഉണ്ട്. I ഇല്ല അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി. ഇനി ഐക്ക് ശേഷം ഏതാ? H. അപ്പൊ ഞാൻ H ഇവിടെ എഴുതി. ഇവിടെ ഇല്ലാത്തത് K ആണ്. അപ്പം K കഴിഞ്ഞാൽ വരുന്ന ലെറ്റർ ഏതാ? J ആണ്. ഇനി കെക്ക് മുമ്പുള്ളത് L ആണ്, കെക്ക് ശേഷമുള്ളത് J ആണ്. ഇനി ഇവിടെ കെക്ക് മുമ്പുള്ളത് L ആണ്, ജെക്ക് ശേഷമുള്ളത് I ആണ്. സോ LIKH JLJLI അല്ലെ. നോക്കിക്കേ, LIKH JLJLI. സോ 4th one ആണ് ആൻസർ. ഇങ്ങനെ നിങ്ങൾ എത്ര ആൽഫബറ്റ് ഉണ്ടോ അത്രയും ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താല് കുറച്ചുകൂടി ഈസിയായി നിങ്ങൾക്ക് ചെയ്യാനായി പറ്റും. അതും ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ലെറ്റർ എടുത്ത് അതിന് മുമ്പ് എന്താ, അതിന് ശേഷം എന്താ എന്ന് നോക്കുക. ആ പാറ്റേണിൽ പ്രൊസീഡ് ചെയ്താൽ മതി. അടുത്തത്
A series is given with one term missing. Select the correct alternative from the given one that will complete the series. So ഇവിടെ നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്ത അതേ ട്രിക്ക് നോക്കാം. P R P R നമ്മൾ പെട്ടു അല്ലേ, ഒന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത വേർഡിലേക്ക് നോക്കുക. കാരണം P 2 തവണ വന്നു, R 2 തവണ വന്നു. ഇനി AR Q, അപ്പൊ ഇതും പോയി ഇതും പോയി. ഇനി നമുക്ക് തേർഡ് ലെറ്റർ രണ്ടും സെയിം ആണ്. ഫസ്റ്റ് ലെറ്റർ നോക്കാം. അതിനായി നമ്മളിവിടെ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കാണ്, R X D J. അപ്പൊ നമ്മൾ നോക്കിയാ പിറകോട്ട് 6 എണ്ണം പോയാൽ MNOPQR STUVWX 6 എണ്ണം, X Y Z ABCD 6 എണ്ണം, EFGHIJ 6 എണ്ണം. വീണ്ടും നോക്കിക്കേ, IJ KLMNOP P ആണ് അല്ലെ, ഫസ്റ്റ് ലെറ്റർ P ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 1. നമ്മുടെ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഗിവൻ സീരീസ്. ബുക്ക്, എബൈഡ്, അഡോബ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ആയി വരുന്ന വാക്ക് ഏതാണ് വരുന്നത്? ബി ആണ്. ലെറ്റർ ഏതാ? ബി ആണ് അല്ലെ. ഇവിടെ ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെയും നമുക്ക് ബി ഉണ്ട്. എത്ര തവണ ബി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്? ഒരൊറ്റ തവണയാണ് ബി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്? ഒരൊറ്റ തവണയാണ് ഇവിടെ നമുക്ക് ബി റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിന്റെ ഓപ്ഷനിലും ബി ഒരു തവണയെ കാണൂ. ബി ഇവിടെ 2 തവണയുണ്ട്, വരില്ല. ഇവിടെ ബി എ ഇല്ല, വരില്ല. ഇവിടെയും ബി എ ഇല്ല, വരില്ല. ഇവിടെ ബി ഒരൊറ്റ തവണയല്ലേ വന്നിട്ടുള്ളൂ. സോ ദിസ് ഇസ് യുവർ റൈറ്റ് ആൻസർ. സി, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സെലക്റ്റീവായി കൃത്യതയോടുകൂടി നിങ്ങൾ പഠിക്കുക. അല്ലാത്ത പക്ഷം മക്കളെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽഫബറ്റ് സീരീസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ആൽഫബറ്റ് സീരീസ് സോൾവ് ചെയ്യണമെങ്കിൽ, റീസണിങ് തന്നെ നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ട്രിക്കുകൾ വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അടുത്ത ഏരിയയിലേക്ക് നമുക്കൊന്ന് കയറാം. ഇവിടെ 2 ഡാഷ് ഉണ്ട്. ഡാഷ് ഡാഷ് എക്സ് വൈ എക്സ് ഡാഷ് ഡാഷ് വൈ എക്സ് ഡാഷ് എക്സ് വൈ, ഇങ്ങനെയാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആയി പോയതാണ് കേട്ടോ. എത്ര ആൽഫബറ്റ്? എക്സ് വൈ 2 ആൽഫബറ്റ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് സ്പ്ലിറ്റിംഗ് ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2. എക്സിന് ശേഷം വൈ, അപ്പൊ ഞാൻ ഇവിടെ വൈ എഴുതി. വൈക്ക് മുമ്പ് എക്സ്, അപ്പൊ ഞാൻ ഇവിടെ എക്സ് എഴുതി. എക്സിന് ശേഷം വൈ. നോക്കിക്കേ, എക്സ് വൈ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ, ഇതാണ് പാറ്റേൺ അല്ലേ. സോ ഇവിടെയും എക്സ് വൈ ആയിരിക്കും. അപ്പം എക്സ് വൈ വൈ എക്സ് വൈ, എക്സ് വൈ വൈ എക്സ് വൈ. സോ 2 was your right answer. സിമ്പിൾ ആണല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക കേട്ടോ. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐ എം അഗെയിൻ ഗിവിംഗ് യു ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. അടുത്ത ചോദ്യം ഇതൊരു വേറെ വെറൈറ്റിയാ. നമ്മളോട് ഇവിടെ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഹോട്ട് മൺസൂൺ റെയിൻ ഇസ് റിട്ടൺ ആസ് DAV RAV SAK. Enjoy lovely monsoon is written as KSANK RAV. AC enjoy rain is written as ANK DAV UHS. How will rain be written? റെയിനിന്റെ കോഡാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെയിൻ വന്നിട്ടുണ്ട്. അഗെയിൻ നമുക്ക് റെയിൻ കാണാൻ പറ്റുന്നത് മൺസൂൺ ഇസ് റിട്ടൺ ആസ്. ഓക്കെ, ഇവിടെയുണ്ട്. സി, മൺസൂൺ കണ്ടത് കൊണ്ട് അത് റെയിനുമായിട്ടൊന്നും റിലേറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. റെയിൻ എന്ന വാക്ക് തന്നെ വരണം. അപ്പൊ ഇതിന്റെ കോഡ് വരുന്നത് എന്താണ്? DAV RAV SAK ആണ്. ഇനി എൻജോയ് റെയിന്റെ കോഡ് ആണെങ്കിൽ DAV UHS ANK DAV UHS ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരേപോലെ വരുന്നത് ANK ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. DAV വന്നിട്ടുണ്ടോ? DAV വന്നിട്ടുണ്ട്. വേറെ റിപ്പീറ്റ് അടിച്ച് ഇതിലും കോമൺ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാ കോമൺ നോക്കുന്നത്? കോമൺ നോക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 2 എണ്ണത്തിലും വേണം, എങ്കിൽ മാത്രമല്ലേ റീസൺ ഔട്ട് ചെയ്യാൻ പറ്റും. സോ DAV ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് അബോർഡ് ഇസ് കോഡഡ് ആസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അബോർഡ് എന്നുള്ളത് 97856 എന്നാണ് കോഡ് ചെയ്തത്. ബോർഡ് എന്ന് പറയുന്നത് 85962 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ആറിന്റെ കോഡ്, അപ്പൊ ആറിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്യത്തിൽ മാത്രമേ ആറിന്റെ കോഡ് കാണുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ 8 പോയി,
5 പോയി, 9 പോയി, 6 പോയി. അപ്പം ഇതിന്റെ കോഡ് ഇതിൽ മാത്രമേ നമുക്ക് കാണാനായി സാധിക്കുള്ളൂ. അപ്പം 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമ്മൾ മുമ്പ് ചെയ്ത അതേ പാറ്റേൺ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം AZB ഡാഷ് AZ ഡാഷ് YA ഡാഷ് BY ഡാഷ് ZBY. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ആൽഫബറ്റ്സ് എത്ര ഉണ്ട് നോക്കാം. A ഉണ്ട്, Z ഉണ്ട്, B ഉണ്ട്, Y ഉണ്ട്, പിന്നെ ഇത് അത്രേ ഉള്ളൂ അല്ലെ. നമ്മൾ എടുക്കുമ്പോഴേ ഇതിലുള്ളതും കൂടെ കൺസിഡർ ചെയ്യണം കേട്ടോ ആൽഫബറ്റ്സ്. 4 എണ്ണം അല്ലെ. അപ്പൊ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെ നമ്മൾ 4 എണ്ണായിട്ട് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ് ജനറലി ചെയ്യുന്നത്. അപ്പൊ ഈ 4 എണ്ണായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലില്ലാത്ത ലെറ്റർ ഏതാണോ അത് റീസൺ ഔട്ട് ചെയ്യാനും കണ്ടുപിടിക്കാനും ശ്രമിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ട്, AZB ഡാഷ് AZ ഡാഷ് YA ഡാഷ് BY ഡാഷ് ZBY. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എന്താ വെച്ചാല് നമ്മൾ ആദ്യം ഏതൊക്കെ ആൽഫബറ്റുകളാ ഉള്ളതെന്ന് നോക്കുന്നു. അപ്പം ഏതൊക്കെ ആൽഫബറ്റ് ഉണ്ട്, നമുക്ക് A ഉണ്ട്, പിന്നെ Z എഴുതി, പിന്നെ നമ്മൾ B എഴുതി, പിന്നെ നമ്മൾ Y എഴുതി. ഇങ്ങനെ നമുക്ക് 4 ലെറ്ററുകളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ സീരീസ് തന്നത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന ഫോമും കൂടെ വെച്ചിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യാണ്, അതിനെ ആ തന്നിരിക്കുന്ന വേർഡ് ഫോമിനെ ഞാൻ ഇതാക്കുകയാണ്. അതായത് എന്ത് ചെയ്യാണ്, ഞാൻ അതിനെ വെട്ടിക്കേറി നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ നോക്കുന്ന സമയത്ത് 4 ലെറ്റേഴ്സ്, അപ്പൊ 4 ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെ 4 എണ്ണാക്കി. ഇനി ഞാൻ തന്നിരിക്കുന്നതിൽ നിന്ന് അതിന്റെ ഒരു ഫോർമേഷനിലേക്ക് പോവുകയാണ്. സോ ഇവിടെ ബിക്ക് ശേഷം വരുന്നത് Y ആണ്. അപ്പൊ ഞാൻ ഇവിടെ ബിക്ക് ശേഷം Y ഇട്ടു. ഇനി ഇസഡിന് ശേഷം വരുന്നത് B ആ. അപ്പൊ ഞാൻ ഇവിടെ B ഇട്ടു. എന് ശേഷം വരുന്നത് ഇസഡ് ആ. ഇസഡിന് മുമ്പ് വരുന്നത് A ആണ്. അപ്പൊ ഇവിടെ Y B Z A, ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. സി, നമ്മളിവിടെ ഈ എന്തിനാണ് ഈ സ്പ്ലിറ്റിംഗ്, ഇതിനെ നമ്മള് റീസണിങ്ങില് സ്പ്ലിറ്റിംഗ് ട്രിക്ക് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ സ്പ്ലിറ്റിംഗിലേക്ക് നമ്മൾ പോകുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീസണിങ് കുറച്ചുകൂടെ സിമ്പിൾ ആകാൻ വേണ്ടിയിട്ടാ. മാത്രല്ല നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാണ്. നമ്മൾ ബിഗിൻ ചെയ്ത സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആയി ഡിസ്കസ് ചെയ്യുന്നു. ബിഗിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോ ട്രഡീഷണൽ മെത്തേഡിന്റെ ആവശ്യം ഇനി ഇല്ല. കാരണം ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ സമയമില്ല. നമുക്ക് പെട്ടെന്നായി ക്വിക്കായി ആൻസറിലേക്ക് എത്തണം. സോ ഇവിടെ അപ്പിയറിന്റെ കോഡ് PAEPRA എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. പ്രൊവിഡൻസിന്റെ കോഡാണ് നമ്മളോട് ഇവിടെ ഉപയോഗിക്കാനായിട്ട് അല്ലെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്കിവിടെ ട്രിക്ക് അപ്ലൈ ചെയ്യാം. അതിനെയാണ് എലിമിനേഷൻ ആൻഡ് റെപ്പിറ്റേഷൻ ട്രിക്ക് എന്ന് പറയുന്നത്. അവിടെ ജനറലി ആദ്യം ഓരോ ലെറ്റേഴ്സ് എടുക്കുക. എപ്പോഴും ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. PRRE ഏതാ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? R ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇതിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡ് ലെറ്റർ നോക്കിക്കേ, PP. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ 2 ഓപ്ഷൻസും പിന്നീട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. PP. മൂന്നാമത്തെ ലെറ്റർ OV ആണ് വരുന്നത്. അപ്പൊ ഇതിലും മൂന്നാമത്തെ ലെറ്റർ എന്താ നോക്കിക്കേ. ഇതെന്താ? ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഇത്. ഇതുപോലെ ഇത് ചെയ്യണമെന്ന അർത്ഥം. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ, 4ാമത്തെ ലെറ്റർ ആണ് മൂന്നാമതായി എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് 4ാമത്തെ ലെറ്റർ V ആ. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടാൽ V ആണ് വരിക അല്ലെ. സോ ഒബ്വിയസ്ലി ഇവിടെ 1 2 3 V ആണ് വരിക. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ലെറ്റർ V ആണ്. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ ഇവിടെയാണ് വരുന്നത്, C ആയിരിക്കും ആൻസർ. സോ ഇതുപോലെ നിങ്ങൾക്ക് ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന 20 ട്രിക്കുകളാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണുക. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്.
ഒരു കാരണവശാലും ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു